ഹായ് ഹലോ നമസ്കാരം. ഞാൻ അഭിനവ് കൃഷ്ണൻ, തിരുവനന്തപുരം സ്വദേശിയാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എന്നെ അറിയണമെന്നില്ല. ഒരു ദിവസം തൊപ്പിയുടെ ലൈവിൽ ഞാൻ പോയായിരുന്നേ. ആ ലൈവിൽ വെച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. ഞാൻ ആ ലൈവിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരെ നാട്ടിലോട്ട് വന്നു. ആ ഒരു തൊപ്പിയുടെ ലൈവ് കണ്ടവർക്കും എൻ്റെ ചെറിയ 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 വീഡിയോസ് കട്ട് ചെയ്ത് റീൽസായിട്ടും ഷോർട്സായിട്ടുമൊക്കെ കണ്ട ആൾക്കാർക്ക് ഒരുപക്ഷെ എന്നെ അറിയാമായിരിക്കും. ഇനിയും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത 2 വീഡിയോസ് ഈ യൂട്യൂബ് ചാനലുണ്ട്. അത് കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണ കിട്ടും. ഓക്കെ, ഞാൻ വരാൻ ഉദ്ദേശിച്ച കണ്ടന്റിലോട്ട് വരാം. ഒരുപാട് പേര് കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. അതായത് തൊപ്പിയുടെ കണ്ടൻറ്റ് മാറ്റിപ്പിടിക്കുക എന്നുള്ള കമൻറ്റ്. ബ്രോ, ഞാൻ തൊപ്പിയുടെ കണ്ടൻ്റ് അല്ലല്ലോ ചെയ്യണേ. ഞാനിവിടെ നിന്ന് എൻ്റെ നാട്ടിൽ നിന്ന് തൊപ്പിയുടെ നാട്ടിലോട്ട് പോയി പുള്ളിയുടെ ലൈവിൽ വന്നു. ആ ലൈവിൽ നിന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ വീട്ടിലും നാട്ടിലും കൂട്ടുകാർക്കും അയൽവാസികൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി. അല്ലെങ്കിൽ അവരെന്നോട് ഏതൊക്കെ രീതിയിൽ സംസാരിച്ചു, അതെനിക്ക് ബുദ്ധിമുട്ടായി. ആ രീതിയിൽ ഉള്ള കണ്ടൻ്റല്ലേ ഞാൻ ഇടുന്നത്. മീൻസ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളുടെ കാര്യങ്ങളാണ് ഞാൻ കണ്ടൻറ്റായിട്ട് ഇടുന്നത്. അല്ലാതെ വേറൊരാളുടെ വീഡിയോ കോപ്പി അടിച്ചിട്ടോ അല്ലെങ്കിൽ വേറൊരാളുടെ കണ്ടൻറ്റ് വെച്ചോ ഞാൻ പുതിയ കണ്ടൻറ്റ് ഉണ്ടാക്കുന്നില്ലല്ലോ. ഞാൻ തൊപ്പിയുടെ ലൈവിൽ നിഹാദിൻ്റെ ലൈവിൽ പോയ സമയത്ത് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്ന ശേഷം എൻ്റെ നാട്ടിൽ വന്ന ശേഷം എനിക്കുണ്ടായ പ്രശ്നങ്ങളുടെ ഓരോ വീഡിയോസാണ് ഞാൻ ഇടുന്നത്. ചിലതെല്ലാം ഷോർട്സിലും ആ രീതിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ വീണ്ടും ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്, എനിക്കൊരു ബ്രോ മെസ്സേജ് അയച്ചു. ഷാജഹാൻ്റെ ഇഷ്യൂസൊക്കെ വന്ന സമയത്ത് എനിക്ക് ബ്രോ മെസ്സേജ് അയച്ചു. ഈ ഒരു രീതിയിൽ മുന്നോട്ട് പൊയ്ക്കൂടെ, തൊപ്പിയുടെ കണ്ടൻറ്റ് മാത്രമായിട്ട് മുന്നോട്ട് പൊയ്ക്കൂടെ, കാരണം നിങ്ങൾ തൊപ്പിയുടെ വീട്ടിൽ പോയൊരു വ്യക്തിയല്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഒരുപാട് ആൾക്കാരുടെ ഫൈസൽ ചുങ്കത്തറ പിന്നെ അവരുടെ വീഡിയോസൊക്കെ കണ്ട സമയത്ത് എനിക്കും തോന്നി, അവർ വീണ്ടും റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്കെന്താ ഇങ്ങനെ ചെയ്തുകൂടെ. ഞാൻ ഷോർട്സായിട്ടും ഒക്കെ എൻ്റെ കംബാക്കിൻ്റെ, അതായത് ഞാൻ സീറോയിൽ നിന്നാണ് ബ്രോ ഞാൻ ഇവിടെ നിന്ന് തൊപ്പിയുടെ അടുത്തോട്ട് പോയത്. അവിടെ നിന്നും ബിഗ് സീറോ ആയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ എൻ്റെ തിരിച്ചു വരവ് എനിക്ക് ആവശ്യമാണ്, എൻ്റെ കുടുംബത്തിന് ആവശ്യമാണ്, എൻ്റെ ഫ്യൂച്ചറിന് ആവശ്യമാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഷോർട്സൊക്കെ ഞാൻ ഡെയിലി വീഡിയോസായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ഡെയിലി വരുന്നതാണ്, അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ ഇങ്ങനത്തെ വലിയൊരു വീഡിയോ ഇടുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലും കുറച്ച് കമൻസൊക്കെ ഞാൻ കണ്ടായിരുന്നു, മെസ്സേജസ് വന്നായിരുന്നു. നിങ്ങളുടെ തൊപ്പി ഇനി എടുക്കില്ല എന്നൊക്കെ പറഞ്ഞുള്ള കമൻസ് കണ്ടായിരുന്നു. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ. ഇപ്പോൾ തന്നെ 13-14 ആൾക്കാർ അവിടെ ഉണ്ട്. ഓക്കെ, ഞാൻ മെയിനായിട്ടും ഇത് വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നാമത്തെ കാര്യം, ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നൊരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എനിക്ക് വളരെ രീതിയിൽ നെഗറ്റീവ് വരാം. അത് ഞാൻ ആദ്യം ചിന്തിച്ചില്ല. 2, കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ കുറച്ച് പേര് തൊപ്പിയുടെ നമ്പർ ഇതായോ, തൊപ്പിയുടെ അഡ്രസ്സ് ഇതായോ, ഞാൻ തൊപ്പിയുടെ അവിടെ നിന്ന് പോയി കാശ് കളക്ട് ചെയ്തോളാം, തൊപ്പിയുടെ അവിടെ നിന്ന് ഞാൻ പോയി പറഞ്ഞോളാം എന്നുള്ള രീതിയിലൊക്കെ മെസ്സേജൊക്കെ അയച്ചപ്പോൾ എനിക്ക് തോന്നി, ഞാൻ ഇനിയും തൊപ്പിയുടെ അങ്ങോട്ട് പോകുന്നത് എനിക്ക് ഓക്കെ, ബട്ട് പുള്ളിക്കത് വീണ്ടും ബുദ്ധിമുട്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പൂർണ്ണമായിട്ട് ആ ഒരു രീതിയിൽ മാറ്റിയിട്ട് വേറൊരു ഐഡിയയും കൂടെ പ്ലാൻ ചെയ്തത്. അതായത് കുറച്ച് ഇതെല്ലാം കമൻറ്റ് വഴിയാണ് ഞാൻ കാണുന്നത് കേട്ടോ. കമൻറ്റ് വഴി കണ്ട് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് എന്തുകൊണ്ട് പുതിയൊരു ലൈവ് സ്ട്രീമിംഗ് തുടങ്ങിക്കൂടാ എന്നുള്ള ചിന്ത ഒരു കമൻറ്റ് വന്നപ്പോൾ എനിക്ക് എൻ്റെ ചിന്തയിൽ പോയ കാര്യമാണ്. തൊപ്പിയും സപ്പോർട്ടാണ് ഈ ഒരു കാര്യത്തിന്. എന്തുകൊണ്ട് എനിക്ക് ഒരു ലൈവ് സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്തുകൂടാ? പക്ഷേ പ്രശ്നം അതല്ല, ഇപ്പോഴേ പെട്ടെന്നെടുത്ത് ലൈവ് സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല. അതിൻ്റേതായ കുറച്ച് പഠിക്കാനുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ക്ലാസ്സസും ഒക്കെ സ്ട്രീം ചെയ്യണം എന്നുള്ള രീതി തോന്നുകയാണെങ്കിൽ ഞാൻ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത്, തൊപ്പിയുടെ കാര്യവും ഷാജഹാൻ്റെ കാര്യമൊക്കെ അവിടെ തന്നെ നിൽക്കട്ടെ. ഞാൻ എൻ്റെ കാര്യം നോക്കി ഞാൻ മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് വലിയ കണ്ടൻ്റായിട്ട്, മീൻസ് ഒരു വലിയൊരു സാധനമുണ്ട്, അത് ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. മീൻസ് ഞാൻ ഇവിടെ നിന്ന് എൻ്റെ നാട്ടിൽ നിന്ന് തൊപ്പിയുടെ അടുത്തോട്ട് പോകുന്ന ആ ഒരു ചെറിയ
ഒരു ഭാഗങ്ങൾ ഞാൻ കുറച്ച് ഷോർട്ട് ക്ലിപ്സ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സക്സസ് ആയതിനു ശേഷം മാത്രമേ ഞാൻ ആ സാധനം വെളിയിലാക്കുള്ളൂ. കാരണം അത് ഈ സമയത്ത് അത് എയറിൽ വിട്ട് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും അങ്ങ് എയറിലോട്ട് പോകത്തേ ഉള്ളൂ. പിന്നെ കുറച്ച് ഓൺലൈൻ മീഡിയസ്, എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം, കുറച്ച് ഓൺലൈൻ മീഡിയാസ് എൻ്റെ ബൈറ്റ് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്, ഇൻ്റർവ്യൂ പോലെ ഒക്കെ ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഞാൻ ഓക്കെ പറഞ്ഞിട്ടില്ല, ഓക്കെ പറയത്തുമില്ല. കാരണം എനിക്ക് വീണ്ടും അതിനെക്കുറിച്ച് എന്താണ് കഴിഞ്ഞൊരു കാര്യമാണ്, മീൻസ് എൻ്റെ മനസ്സിൽ ഉള്ളൊരു കാര്യമാണ്. അതിനെ വീണ്ടും വിട്ട് കുത്തിപ്പൊക്കുവാനായിട്ട് എനിക്ക് താല്പര്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ ഞാൻ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കണ്ടൻറ്റല്ല ഞാൻ ഇടുന്നത്. ഒരു വീഡിയോയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമോ സമൂഹത്തിൽ നടന്ന കാര്യത്തിന് റിയാക്റ്റും ചെയ്യുന്നതല്ല ഞാൻ എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ പറയുന്നതാണ്. പിന്നെ ഒരുപാട് പേര് പറഞ്ഞു, ഇങ്ങനൊരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ, അതും കൂടെ പറയണം. തൊപ്പിയുടെ ലൈവിൽ കയറിയ ശേഷമാണ് എന്നെ അറിഞ്ഞു തുടങ്ങിയത്, അല്ലാതെ എന്നെ ആർക്കറിയാനാണ്. ശരിയാണ്, വളരെ ശരിയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ കാണാൻ പറ്റുമായിരുന്നോ? ഈ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാമെങ്കിൽ ആർക്കെങ്കിലും നിങ്ങൾക്ക് എന്നെ അറിയാമായിരുന്നു. ഞാനിവിടെ നിന്ന് കഷ്ടപ്പെട്ട് എൻ്റെ വീട്ടിൽ നിന്ന് അത്രയും ദൂരം യാത്ര ചെയ്ത് തൊപ്പിയുടെ വീട്ടിൽ ചെന്ന് അവിടെയും ഒരുപാട് നേരം ഇരുന്ന് ആ ലൈവിൽ കയറി ആ ലൈവിലും ഒരുപാട് നേരം ഇരുന്ന് പിന്നെ ലൈവ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിലെത്തി എത്രയോ ടൈം ഞാൻ സ്പെൻഡ് ചെയ്തു. ഞാനിതൊക്കെ ചെയ്തില്ല എന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറിയാമായിരുന്നു. അത് ഞാൻ ഇത്രയും എഫേർട്ട് എടുത്തിട്ടല്ലേ ബ്രോ നിങ്ങൾക്ക് എന്നെ അറിയാൻ കഴിയുന്നത്. ഈ കമൻറ്റ് ചെയ്യുന്നവരാരെങ്കിലും തൊപ്പിയുടെ ലൈവിൽ പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇത്രയും വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിങ്ങനെ ഒരുപാട് ലക്ഷത്തോളം ആൾക്കാർ കാണുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വന്ന് ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ട് ബ്രോ ഞാൻ ചെയ്യുന്നു, അതുകൊണ്ട് ഞാനൊരു കണ്ടൻറ്റ് ആക്കി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയും എനിക്ക് ഇങ്ങനെയുള്ള കണ്ടൻറ്റ് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ വീഡിയോ ചെയ്യും, അതിലൊരു മാറ്റം ഉണ്ടാവില്ല. ഇനിയും ഒരു ലൈവിൽ പോകണം എന്ന് തന്നെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അത് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ട് മാത്രമേ ഞാൻ ഈ ലൈവിൽ പോവുള്ളൂ. എനിക്കിപ്പോൾ മനസ്സിലായി, മീൻസ് കുറച്ചൊക്കെ നമ്മൾ മറക്കേണ്ട കാര്യങ്ങളെ കുറച്ച് മറച്ചിട്ട് മാത്രം മുന്നോട്ട് പോയാലേ ആൾക്കാർക്ക് നമ്മളെ കുറച്ചെങ്കിലും വാല്യൂ ഉണ്ടാവും. സത്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോമാളികളായിപ്പോവും. സോ പലതും മറക്കേണ്ടത് ഇനി മറയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ചെറിയൊരു കാര്യം പറയാനാണ് ഈ വീഡിയോയിൽ വന്നത്. വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി, എല്ലാവരുടെയും സ്നേഹം. താങ്ക് യു.